ഡോക്ടറെ, ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി വെയിലത്ത് നിർത്തിയതിന് ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയതിന് ശേഷം അദ്ദേഹം വെള്ളം കുടിച്ചില്ല. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഈ ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക്കിൽ ക്യാൻസർ വരും. അപ്പോൾ അവരുടെ ആ ഒരു കൺസേൺ ഈ കാലഘട്ടത്തിൽ ഇത് നമുക്ക് എങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റും, ഒരു ഓങ്കോ സർജൻ എന്ന നിലയിൽ? കണ്ടുപിടിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്. അതെ അതെ. ഈ പ്ലാസ്റ്റിക് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മുഖേന നമ്മുടെ ശരീരത്തിൽ ഈ പ്ലാസ്റ്റിക് കയറിപ്പോകും, എന്നിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത്. ഇതിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ പല രൂപങ്ങളിലൊന്ന് നാനോ പ്ലാസ്റ്റിക് എന്നാണ്. ഈ നാനോ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശത്തിനേക്കാൾ ചെറുതാണ് നാനോ പ്ലാസ്റ്റിക്കിൻ്റെ സൈസ്. ഈ സാധനം നമ്മുടെ ശരീരത്തിൽ കയറും എന്നുള്ളത് ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ ഈ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒന്നാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളിലും പ്ലാസ്റ്റിക്കിന് റോൾ ഉണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടതായിരിക്കും. നേരെ മറിച്ച് ക്യാൻസറിന് ആസ് സച്ച് പ്രൂഫ് ഇല്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മളെ ലൈഫിൽ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് കാര്യങ്ങൾ യൂസ് ചെയ്യുക. രണ്ട് എന്നുള്ളത് പരമാവധി ആസ് ഫാർ ആസ് പോസിബിൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, എസ്പെഷ്യലി ചൂടുള്ള വെള്ളം, അതൊക്കെ പ്ലാസ്റ്റിക്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ.